ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി. ഒറ്റക്കല്ല ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ഒരാളും കൂടിയുണ്ട്. ഗിലാട്ടനാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് സൈഡ് നിൽക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ കം ലെറ്റ്സ് കുക്ക് വിത്ത് us. ആക്ച്വലി ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു. ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിന്ന് എന്തോ ഒരു റീസൺ കാരണം ലീവായിരുന്നു. അപ്പോൾ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാനും നിഖിലേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നിഖിലേട്ടന് ഓൾറെഡി വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഉള്ളി കഷ്ടപ്പെട്ട് മുറിച്ച് കണ്ണ് എരിഞ്ഞിട്ട് കണ്ണ് കഴുകാൻ പോയതാണ്. ബിരിയാണി നമ്മൾ ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ദം ബിരിയാണി എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരു കറിയാക്കിയിട്ട് അതിൽ നമ്മൾ ചോറിട്ട് മിക്സ് ചെയ്യും. അതാണ് നമ്മൾ ചിക്കൻ ദം ബിരിയാണി. ഫ്രൈ ആക്കുന്നില്ല, കാരണം നമ്മൾ വിചാരിച്ച് ഇന്നത്തെ ബിരിയാണി കുറച്ച് ഹെൽത്തി ആക്കാൻ. അതുകൊണ്ട് സാധാരണ ഒരു ചിക്കൻ ഗ്രേവി ആക്കിയിട്ട് നമ്മളൊരു നെയ്ച്ചോറും ആക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബിരിയാണിയാണ്. സാധാരണ ഉള്ളി വരുമ്പോൾ ഇത്രയും കണ്ണ് കത്തലുണ്ടായിട്ട് അതുകൊണ്ട് തന്നെ നിഖിലേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാൻ നീ മുറിച്ചോന്ന്. അപ്പോൾ നമ്മൾ രണ്ടുപേർക്കും മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഈവനിങ് ആകുമ്പം ബാക്കിയുള്ളവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ എത്രയാണ് അരി എടുക്കേണ്ടത്, ചിക്കൻ എത്ര എടുക്കേണ്ടതെന്നൊന്നും കറക്റ്റ് അളവറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടത്തിനുള്ള അളവെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് അളവൊന്നും നമുക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഉള്ളി നമുക്ക് ചോറിനും പിന്നെ ഗ്രേവിക്കും പിന്നെ അതുകൂടാണ്ട് സാലഡിനും വേണം. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും അരച്ചെടുക്കുകയാണ്. ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അളവൊന്നും അറിയില്ല എത്ര എടുക്കേണ്ടത്. അപ്പം 3 ഗ്ലാസ് അരിക്ക് 1:2 രീതിയിൽ വെള്ളം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിഖിലേട്ടൻ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ 2.5 മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് മല്ലിയിലൊക്കെ നീറ്റാക്കി വെക്കാം. നിഖിലേട്ടൻ അതിൻ്റെ അടുക്ക് വർക്ക് ഉള്ളതുകൊണ്ട് വർക്ക് ചെയ്യാൻ മുകളിലേക്ക് പോയി. അപ്പം ഞാൻ ആ ടൈമിൽ കുറച്ച് തക്കാളിയും മല്ലിയിലയും മിൻ്റൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സത്യമായിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചത്. എനിക്കൊന്നും കുക്ക് ചെയ്യാൻ അറിയുന്നുണ്ട്, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും അത്യാവശ്യം കഴിക്കേണ്ട സാധനങ്ങളാണ്. പക്ഷേ ബിരിയാണിയൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ നിഖിലേട്ടനും ഞാനും ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും നിഖിലേട്ടൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അരി കഴുകിയെടുത്തിട്ട് ഊറ്റി വെക്കണം കുറച്ച് നേരത്തേക്ക്. അതിന് ശേഷം ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മിൽമേൻ്റെ ഗീ ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നേരത്തെ കഴുകി വെച്ച കാഷ്യൂനട്ടും മുന്തിരിയും കൂടിയാണ് ഇടുന്നത്. പിന്നെ ഉള്ളിയും വഴറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പാത്രം അധികം ചൂടാവാൻ പാടില്ല. അങ്ങനെ ചൂടായിട്ടുണ്ടെങ്കിൽ നെയ്യ് ഇടുന്ന സമയത്ത് ഇതുപോലെ തീയും പുകയും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. സാധാരണ രീതിയിൽ നെയ്യിൽ ഉള്ളിയിട്ട് ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം അതും മാറ്റി വെച്ച് പിന്നെ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ട് മാറ്റി വെച്ച് ചോറിലേക്ക് പിന്നെയാണ് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉള്ളി ഇട്ടും സ്പൈസസ് ആയിട്ട് ഏലക്കയും പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് അതിൽ തന്നെ കാഷ്യൂനട്ടും ഇട്ട് അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം എടുത്തേക്കുന്നത് 1:2 ആണ്. അതായത് 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലെടുത്തു. അതായത് 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അതിനുശേഷം നിഖിലേട്ടനുണ്ട് ഇങ്ങനെ എടുത്ത് കോരിയിടുന്നു. ഞാൻ പറഞ്ഞു മൊത്തത്തിൽ അങ്ങ് ഇട്ടാൽ പറയുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഞാൻ കാണാതെ പിന്നെയും അരിയെടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം 3 ഗ്ലാസ്സിനേക്കാൾ കൂടുതൽ അരി ഉണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, സംഭവം ഫ്ലോപ്പായിരുന്നു. അങ്ങനെ ചോറ് എന്തായാലും ഫ്ലോപ്പ് ആവുമെന്ന് അറിഞ്ഞു. എന്നാൽ പിന്നെ മസാലയെങ്കിലും നല്ലതാക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ലേശം തൈര് ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതിന് ശേഷം ഒരു പാനിൽ ലേശം നെയ്യും എണ്ണയും സ്പൈസസിൽ പെരിഞ്ജീരകവും ഏലക്കയും ഗ്രാമ്പും പട്ടയാണ് ഇടുന്നത്. പിന്നെ ഉള്ളിയും
കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വഴണ്ട് വരണം. അതിനുശേഷം നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പം തക്കാളിയും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ അതൊന്നും കാണിക്കുന്നില്ല, കാരണം എൻ്റെ ബിരിയാണി അത്ര പ്രൊഫഷണൽ ബിരിയാണി ഒന്നുമല്ല. പിന്നെ ചിക്കൻ ഇട്ടെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഈ ഉള്ളി നല്ല രീതിയിൽ വഴണ്ടാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നേരത്തെ മുറിച്ച് വെച്ച മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, ബിക്കോസ് ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ്സ് വേവിക്കാൻ വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറിന് ജസ്റ്റ് നോക്കി, കാണുന്നൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലതായിരുന്നു. ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഞാൻ തളർന്നു. അപ്പം നിഖിലേട്ടൻ പറഞ്ഞു നമുക്കൊരു മൊയ്ത്തോ ആക്കി കുടിക്കാമെന്ന്. അങ്ങനെ കുറച്ച് മുസമ്പി ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് നിഖിലേട്ടൻ എനിക്ക് മൊയ്ത്തോ ആക്കി തന്നു. നിഖിലേട്ടൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. നിഖിലേട്ടാ, ഇത് കുടിച്ചു നോക്കിയിട്ട് തന്നെ എനിക്ക് തന്നിനി. കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ല വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മൊത്തം ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളമാണ്. അപ്പോൾ പാതി വേവായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് വേവിച്ച് വെക്കാം. അതിനുശേഷം ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു ഗ്രേവി പരുവത്തിലാക്കിയിട്ട് കുറുക്കിയെടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ സാലഡ് ഉണ്ടാക്കി, പിന്നെ പപ്പടവും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബിരിയാണീൻ്റെ കൂടെ സാലഡിനേക്കാളും ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ളത് പപ്പടവും അച്ചാറുമാണ്. എനിക്ക് സാലഡ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല, പക്ഷെ പപ്പടം വേണം. അപ്പം നമ്മുടെ ചിക്കൻ മസാലയും റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പണിയുമില്ല. ഇത് അതിൻ്റെ മുകളിൽ ലെയർ ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ലെയർ ചോറും ഒരു ലെയർ ചിക്കനും പിന്നെ അതിൻ്റെ മുകളിൽ റൈസും ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുക ചെയ്യുന്നത്. ദമ്മൊന്നും ഇടുന്നില്ല. കുറച്ച് നേരം ഈ ചൂടിൽ അടച്ചു വെച്ച് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ആക്കിക്കഴിഞ്ഞു. ബിരിയാണി ആക്കുന്നതല്ല ഏറ്റവും വലിയ പണി, അത് കഴിഞ്ഞിട്ടില്ലേ അടുക്കള വൃത്തിയാക്കലും പാത്രം കഴുകലാണ് ഏറ്റവും വലിയ പണി. അപ്പം നിഖിലേട്ടൻ പറഞ്ഞു ഞാൻ പാത്രം കഴുകാൻ, നീ കിച്ചൺ നീറ്റാക്കിക്കോന്ന്. അങ്ങനെ 2 പേരും കൂടി പണി അങ്ങ് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിരിക്കും നമുക്ക് കിച്ചണിലെ വർക്ക്. അപ്പോൾ ആർക്കും കിച്ചണിൽ വർക്ക് ചെയ്യാൻ മടി ഉണ്ടാവില്ല. അങ്ങനെ കുക്കിംഗ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാം. ഏകദേശം 2 മണിയായിട്ടുണ്ട് ടൈം. അപ്പം നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ ടേസ്റ്റ് അടിപൊളിയൊന്നുമല്ല, പക്ഷെ എന്നാലും കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. നിഖിലേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയിട്ട് വിളിക്കാമെന്ന്. ഒരുമിച്ച് കുക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു പഴയ മലയാളം മൂവിയും വെച്ചിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഫുഡ് കഴിക്കാൻ. അങ്ങനെ നമ്മളെ പഞ്ചാബി ഹൗസാണ് ടി വിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.